നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട പോലെ ക്വാളിറ്റി കൂട്ടിയെടുക്കാൻ നോക്കിയല്ലോ. അപ്പോൾ കട്ട് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ക്വാളിറ്റി കൂട്ടേണ്ട വീഡിയോ ജസ്റ്റ് ടൈം ലൈനിലോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ടൂൾ ബോക്സിലോട്ട് പോയി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അഡ്ജസ്റ്റിലോട്ട് പോയിട്ട് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ആ ഒരു പോയിന്റ് നേരെ താഴോട്ട് കൊടുന്ന് വെക്കുക. ലെഫ്റ്റ് സൈഡിലുള്ളത് ഏറ്റവും ടോപ്പിലോട്ടും കൊടുന്ന് വെക്കുക. അതായത് താഴെയുള്ള ആ ഒരു പോയിന്റിൻ്റെ ഇതെന്ന് പറയുമ്പോൾ 0255 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലോട്ട് എത്തിച്ചു കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ കളേഴ്സും നിങ്ങളങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഗ്രീന് അങ്ങനെ എല്ലാ കളേഴ്സും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് ഈ ഒരു രീതിക്ക് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു വീഡിയോൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫിലിം പോലെ ആയി മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റിൽ വരിക, വീഡിയോ എഫക്റ്റ് എടുക്കുക. നിങ്ങൾ ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അവിടെ ഈ ഒരു മൂന്നാമത്തെ ബ്ലർ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബ്ലർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലർ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് വീഡിയോ എത്രത്തോളം ഉണ്ടോ അത്രയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രയും നിങ്ങൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾ എടുക്കുക. അതിൻ്റെ ഔട്ട്പുട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഒറിജിനൽ ക്ലിപ്പ്, അതായത് ഏത് വീഡിയോക്കാണോ ക്വാളിറ്റി കൂട്ടേണ്ടത് ആ വീഡിയോൻ്റെ ഒറിജിനൽ ക്ലിപ്പ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് താഴെ ഓവർലേ എന്ന ഓപ്ഷൻ്റെ അവിടെ ആഡ് ഓവർലേ ഉണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്, അതായത് എക്സ്പോർട്ട് ചെയ്തിട്ട് ആ വീഡിയോ ജസ്റ്റ് ഓവർലേ ആയിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഓവർലേ ക്ലിപ്പ് സെലക്ട് ചെയ്ത് താഴെ സ്പ്ലൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബേൺ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ 24 ആ ഒരു റേഞ്ചിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. 24, 26 ആ ഒരു റേഞ്ചിലോട്ടൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആഡ് ഓവറിൽ ഒന്നും കൂടെ പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വൈറ്റ് 6 സെക്കൻഡിൻ്റെ ഒരു ഇതുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഫിൽ സ്ക്രീൻ ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഓക്കെ, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നിങ്ങൾ എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫിൽറ്റർ പോവുക, അതായത് സ്പ്ലൈസ് എന്നുള്ള ഒരു സംഭവം, അതിനകത്ത് പോയി കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ ഓവർലേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓവർലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒരു 84 അല്ലെങ്കിൽ 80 to 84 ആ ഒരു റേഞ്ചിലൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ വീഡിയോസ് അനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു 80 ആണ് ഇവിടെ ഇടുന്നത്. അത് നിങ്ങളുടെ വീഡിയോസിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതേപോലെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. സ്പ്ലൈസിൽ പോവുക, ഓവർലേ എന്ന ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഒരു 80 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് വീഡിയോസിൻ്റെ ഷാർപ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഷാർപ്നെസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഷാർപ്പൻ. അത് ജസ്റ്റ് ഒരു 26 എന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നെസ്സും അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം. സാച്ചുറേഷൻസ് വേണമെങ്കിലും കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ടാവും. ഇത്രയുള്ളൂ നമ്മളുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.